നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാത മരത്താക്കരയിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. അപകടം നടന്നത് കുഞ്ഞനംപാറ സിഗ്നൽ ജംഗ്ഷനിൽ. മൂന്ന് മുറിയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കാർ തട്ടിയതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ കാർ യാത്രക്കാരനെ ആക്രമിച്ച കേസിൽ ആളൂർ പോലീസ് സ്റ്റേഷൻ റൌഡി അറസ്റ്റിൽ. NCTV ഇംപാക്ട്. ഒരിക്കലും കിട്ടില്ലെന്ന് കരുതിയ കർഷക തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യം വിറയാർന്ന കൈകളാൽ ഏറ്റുവാങ്ങുമ്പോൾ കല്യാണി ചേച്ചിയുടെ മുഖത്ത് ആനന്ദം അലയടിച്ചു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിർണായക ശാസ്ത്ര പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇന്ത്യയുടെ ശുഭാംശു ശുക്ലയുമായി സംവദിക്കാൻ കഴിഞ്ഞതിന്റെ അഭിമാന നേട്ടവുമായി മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി തരുൺ മഹേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയപാത മരത്താക്കരയിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. അപകടം നടന്നത് കുഞ്ഞനംപാറ സിഗ്നൽ ജംഗ്ഷനിൽ. വട്ടനാത്ര സ്വദേശി വിയൂക്കാരൻ വീട്ടിൽ 37 വയസ്സുള്ള വിജിത്തിനാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:40ഓടെയായിരുന്നു അപകടം. ഒല്ലൂർ ആക്സ് പ്രവർത്തകർ വിജിത്തിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃക്കൂർ ഭാഗത്തുനിന്നും ദേശീയപാതയിലേക്ക് കടക്കുകയായിരുന്ന ബൈക്കിൽ ചാലക്കുടി ഭാഗത്തുനിന്നും വരികയായിരുന്ന ലോറി ഇടിക്കുകയായിരുന്നു. അപകടത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. ഒല്ലൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ജില്ലയിൽ ജനസംഖ്യയിലും വിസ്തൃതിയിലും മുന്നിലുള്ള പഞ്ചായത്തായ മറ്റത്തൂരിന്റെ ഭരണസിരാ കേന്ദ്രമായ മൂന്നുമുറിയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ദിവസേന 100 കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഇവിടെ മഴയും വെയിലുമേറ്റാണ് യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്നത്. 30ലേറെ ബസ്സുകൾ സർവീസ് നടത്തുന്ന കൊടകര വെള്ളിക്കുളങ്ങര റൂട്ടിലാണ് മൂന്നുമുറിയുള്ളത്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, മറ്റത്തൂർ വില്ലേജ് ഓഫീസ്, മറ്റത്തൂർ കൃഷിഭവൻ എന്നീ സ്ഥാപനങ്ങൾക്ക് പുറമെ ദേശസാൽകൃത ബാങ്ക്, മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂൾ, മറ്റത്തൂർ സെന്റ് ജോസഫ്സ് UP സ്കൂൾ, ദേവാലയം, ക്ഷേത്രങ്ങൾ എന്നിവയും സ്ഥിതി ചെയ്യുന്നത് മൂന്നുമുറിയിലാണ്. ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇല്ലാത്തതിനാൽ ഇവിടെ വന്നു പോകുന്നവരും വിദ്യാർത്ഥികളും വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിലാണ് ബസ് കാത്തു നിൽക്കുന്നത്. ആവശ്യമായ സ്ഥലം കണ്ടെത്തി ജനപങ്കാളിത്തത്തോടെ ഇരിപ്പിടങ്ങളോട് കൂടിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രം സ്ഥാപിച്ചാൽ യാത്രക്കാരുടെ ദുരിതത്തിന് പരിഹാരം കാണാനാകും. മൂന്നുമുറി സെന്ററിനെ സംബന്ധിച്ച് ഇത്രയും തിരക്കേറിയ ഒരു ഏരിയ ഇപ്പം നമ്മുടെ ചുറ്റുവട്ടത്തില്ല. കാരണം മറ്റത്തൂർ പഞ്ചായത്ത് ഓഫീസ്, മറ്റത്തൂർ വില്ലേജ്, കൃഷിഭവൻ, അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ, സ്കൂള്, 2 സ്കൂളുകളുണ്ട്. അതുപോലെ തന്നെയാണ് 2 അമ്പലം, മഹാവിഷ്ണു ക്ഷേത്രവും നമ്മുടെ കൈലാസ ക്ഷേത്രവും. ഇവിടേക്ക് വരുന്ന എല്ലാ ഭക്തജനങ്ങളും ഇറങ്ങുന്നൊരു സ്ഥലം തന്നെയാണ് മൂന്നൂർ സെൻറ്റർ. ഇത്രയും തിരക്കേറിയ ഒരു ഏരിയയാണ് മൂന്നൂർ സെൻറ്റർ. അവിടെ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം വേണമെന്ന് പലവട്ടമായിട്ട് പലരും ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ്. ഇതുവരെ എത്തിയിട്ടില്ല. മഴ വന്നാൽ മഴ നനഞ്ഞ് തന്നെ നിൽക്കണം, വെയിലാണെങ്കിൽ വെയിൽ തന്നെ നിൽക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ മൂന്നൂർ സെൻറ്ററിലുള്ളത്. അപ്പോൾ ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം കൊണ്ടുവരാൻ സാധിക്കും. ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഇതിനാവശ്യമായ നടപടി കൈക്കൊള്ളണമെന്നാണ് ആവശ്യമുയരുന്നത്. കാർ തട്ടിയതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ കാർ യാത്രക്കാരനെ ആക്രമിച്ച കേസിൽ ആളൂർ പോലീസ് സ്റ്റേഷൻ റൌഡി അറസ്റ്റിലായി. മുരിയാട് ഉള്ളാട്ടിക്കുളം വീട്ടിൽ 29 വയസ്സുള്ള മിൽജോയെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ മാസം 2 രാത്രി 8:30 കോണത്തുകുന്ന് വെച്ച് പുത്തൻചിറ സ്വദേശി കൊട്ടിക്കൽ വീട്ടിൽ മുഹമ്മദ് സിദ്ദിഖിന്റെ ബന്ധുവിന്റെ കാറിൽ മിൽജോയുടെ കാർ തട്ടിയത് ചോദ്യം ചെയ്തതിലുള്ള വിരോധത്താൽ സിദ്ദിഖിനെയും കൂട്ടുകാരെയും ഭീഷണിപ്പെടുത്തി ആക്രമിക്കുകയും ആയിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ആളൂർ പോലീസ് സ്റ്റേഷൻ റൌഡിയായ മിൽജോയ്ക്ക് മയക്കുമരുന്ന് വിൽപ്പന നടത്തിയതിന് തൃശൂർ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലും ആളൂർ പോലീസ് സ്റ്റേഷനിലും ഇരിങ്ങാലക്കുട സ്റ്റേഷനിലുമായി കേസുകളുണ്ട്. കൂടാതെ ആളൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസിലും അടിപിടി കേസടക്കം 11 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MS ഷാജൻ, സബ് ഇൻസ്പെക്ടർമാരായ സഹദ്, KP രാജു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കമൽ കൃഷ്ണ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. NCTV ഇംപാക്ട്.
NCTV വാർത്ത തുണയായി. ഒരിക്കലും കിട്ടില്ലെന്ന് കരുതിയ കർഷക തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യം വിറയാർന്ന കൈകളാൽ ഏറ്റുവാങ്ങുമ്പോൾ കല്യാണി ചേച്ചിയുടെ മുഖത്ത് ആനന്ദം അലയടിച്ചു. ബാങ്കിലുണ്ടായത് അവര് മുന്നേ തന്ന കാശ് അവര് തന്നില്ലേ, അവരെടുത്തു. രണ്ടാമത് വന്നത് കൊടുത്തവര്. പിന്നെ വന്ന കാശിന് കിട്ടാണ്ടായപ്പോഴാണ് ഞാൻ രവീനെ വിളിച്ചത്. രവി എനിക്കൊരു സഹായം ചെയ്തേടാ, എനിക്ക് കണ്ണ് എവിടെങ്കിലും കൊണ്ടുപോയി എന്റെ കണ്ണെന്ന് കാണാനാണ്, എനിക്ക് പരിക്കിനേരെ കാണാനാ. അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തുതരാം ചേച്ചിക്ക് എന്ത് വേണമെങ്കിലും ചെയ്തുതരാന്ന് പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷമായി. ഇനി ഇതിന്റെ സന്തോഷം എനിക്ക് കണ്ണെന്ന് തെളിഞ്ഞു കിട്ടിയത് എനിക്ക് സന്തോഷം, ആശ്വാസം. ഇനി എനിക്ക് എൻ്റെ കണ്ണിൻ്റെ ശസ്ത്രക്രിയ നടത്തണം. മുപ്ലിയം അരോടി വീട്ടിൽ കല്യാണി എന്ന വയോധികയുടെ വാക്കുകളിലും മുഖത്തും ഇപ്പോൾ ആശ്വാസം അലയടിക്കുകയാണ്. 60 വയസ്സുവരെ ക്ഷേമനിധി ബോർഡിൽ കല്യാണി കൃത്യമായി തൻ്റെ അംശാദായം അടച്ചു പോന്നിരുന്നു. 60 വയസ്സ് പൂർത്തിയായി ആനുകൂല്യത്തിനായി പണമടച്ചതിൻ്റെ എല്ലാ രേഖകളും ക്ഷേമനിധി ഓഫീസിൽ നൽകിയിരുന്നുവെങ്കിലും ആനുകൂല്യം ലഭ്യമായില്ല. ഇത് സംബന്ധിച്ച് NCTV വാർത്ത നൽകിയിരുന്നു. തുടർന്ന് മനുഷ്യാവകാശ പ്രവർത്തകനായ KG രവീന്ദ്രനാഥിന്റെ സഹായത്തോടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചു. കല്യാണിക്ക് വേണ്ടി മനുഷ്യാവകാശ കമ്മീഷൻ ഹിയറിംഗിൽ ഹാജരായ KG രവീന്ദ്രനാഥ് വാദമുഖങ്ങൾ അവതരിപ്പിച്ചു. പരാതി ബോധ്യപ്പെട്ട കമ്മീഷൻ ഇത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്ന് പറയുകയും ആനുകൂല്യം ഉടൻ നൽകുവാൻ ഉത്തരവിടുകയും ചെയ്തു. പിന്നീട് തുക സർക്കാർ അനുവദിച്ചതായും 30 ദിവസത്തിനകം 7500 രൂപ കല്യാണിയുടെ അക്കൗണ്ടിൽ എത്തുമെന്ന് അറിയിപ്പും ലഭിച്ചു. ഇരു കണ്ണുകൾക്കും തിമിരം ബാധിച്ച കല്യാണി തുക കയ്യിൽ കിട്ടിയാൽ ഉടൻ തിമിര ശസ്ത്രക്രിയ നടത്തി കാഴ്ച വീണ്ടെടുക്കാനുള്ള സന്തോഷത്തിലായിരുന്നു. എന്നാൽ ആനുകൂല്യം സ്വീകരിക്കാൻ മാത്രമായി കല്യാണി തുടങ്ങിയ സ്വകാര്യ ബാങ്കിന്റെ അക്കൗണ്ടിൽ പണം എത്തിയപ്പോൾ മിനിമം ബാലൻസ് മാനദണ്ഡം പാലിച്ചില്ല എന്നതിന്റെ പേരിൽ മുഴുവൻ തുകയും ബാങ്ക് പിടിക്കുകയായിരുന്നു. ഇതോടെ സങ്കടത്തിലായ കല്യാണി വിവരം മനുഷ്യാവകാശ പ്രവർത്തകനായ KG രവീന്ദ്രനാഥിനെ അറിയിച്ചു. കല്യാണിയുടെ നിസ്സഹായാവസ്ഥ സംബന്ധിച്ച് NCTV സംപ്രേഷണം ചെയ്ത വാർത്ത സഹിതം രവീന്ദ്രനാഥ് സ്വകാര്യ ബാങ്കിന്റെ ഹെഡ് ഓഫീസിനെ സമീപിക്കുകയായിരുന്നു. ക്ഷേമനിധിയിലെ കർഷക തൊഴിലാളി ക്ഷേമനിധിയിലെ പൈസ ഇവരെ പേരിൽ സൗത്ത് ഇന്ത്യൻ്റെ ബ്രാഞ്ച് മുപ്ലിയത്തേക്ക് ഇവരെ അക്കൗണ്ടിലേക്ക് വന്നു. അക്കൗണ്ടിൽ വന്നിട്ട് മെസ്സേജ് ഇവർക്ക് കിട്ടിയപ്പോൾ ഇവർ മുപ്ലിയത്ത് ബാങ്കിൽ ചെന്നപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ അക്കൗണ്ടിൽ പൈസ കംപ്ലീറ്റ് പോയി, ക്യാൻസലായി. അത് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ മുന്നത്തെ അക്കൗണ്ട് ആവുക കാരണം കംപ്ലീറ്റ് പിടിച്ചു, 0 അക്കൗണ്ട് ആക്കണതായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഇവർക്ക് അതിനുള്ള അറിവില്ലാത്തത് കാരണം അതൊന്നും ചെയ്തില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇനി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. ഈ വിവരം ഈ അമ്മ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, സങ്കടത്തോടു കൂടി പറഞ്ഞപ്പോൾ എനിക്കും വിഷമം. എന്ന് വെച്ചാൽ അത്രയും ഫൈറ്റ് ചെയ്തിട്ടാണ് ഈ അമ്മയ്ക്ക് ഈ പൈസ കിട്ടിയത്. അവിടെ തന്നെ ഞാൻ തൃശ്ശൂർ ഹെഡ് ഓഫീസിൽ പോയി കംപ്ലൈൻറ്റ് അതോറിറ്റി ആയിട്ട് സംസാരിച്ച് അവർക്ക് ഞാനൊരു പരാതി എഴുതി കൊടുത്ത്, അമ്മയുടെ പേരിൽ പരാതി എഴുതി കൊടുത്തു. കുറച്ച് വൈകിയാണെങ്കിലും ആ പൈസ റീഫണ്ട് ചെയ്ത് കിട്ടി. അപ്പോൾ അമ്മയും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. ഇതോടെ കാര്യങ്ങൾ ബോധ്യപ്പെട്ട ബാങ്ക് അധികൃതർ അക്കൗണ്ടിലേക്ക് പണം തിരികെ നിക്ഷേപിച്ചതോടെയാണ് കല്യാണിക്ക് ആശ്വാസമായത്. ഒരിക്കലും കിട്ടില്ലെന്ന് കരുതിയ കർഷക ക്ഷേമനിധി ആനുകൂല്യത്തിന്റെ 2ാം ഗഡു കയ്യിൽ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് കല്യാണി ചേച്ചി. ബാങ്ക് ഇടപാടുകളിലെ അവ്യക്തത മൂലം അർഹതപ്പെട്ട ആനുകൂല്യം നഷ്ടപ്പെടുമെന്ന ഘട്ടത്തിലാണ് മനുഷ്യാവകാശ പ്രവർത്തകനായ KG രവീന്ദ്രനാഥിന്റെ ഇടപെടലും NCTV വാർത്തയും ഈ ആശ്വാസ വാർത്തയ്ക്ക് തുണയായത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൽ ഞാറ്റുവേല ചന്ത ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മിനി ഡെന്നി പനോക്കാരൻ, പോൾസൺ തെക്കുംപീടിക, പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ സലീഷ് ചെമ്പാറ, ജിഷ ഡേവിസ്, പഞ്ചായത്ത് അംഗങ്ങളായ സൈമൺ നമ്പാടൻ, മോഹനൻ തൊഴുക്കാട്ട്, അനു പനങ്കോടൻ, കൃഷി ഓഫീസർ ദീപ ജോണി എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ഞാറ്റുവേല ചന്തയും കർഷക സഭയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര, കൃഷി ഓഫീസർ CR ദിവ്യ എന്നിവർ പ്രസംഗിച്ചു. പച്ചക്കറി, ഫലവൃക്ഷത്തൈ എന്നിവയുടെ വിതരണവും ചടങ്ങിൽ നടത്തി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിർണായക ശാസ്ത്ര പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇന്ത്യയുടെ ശുഭാംശു ശുക്ലയുമായി സംവദിക്കാൻ കഴിഞ്ഞതിന്റെ അഭിമാന നേട്ടവുമായി
മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി തരുൺ മഹേഷ്. തിരുവനന്തപുരം VSSCയിൽ നടന്ന സംവാദത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 150 വിദ്യാർത്ഥികൾക്കാണ് അവസരം ലഭിച്ചത്. തൃശൂർ ജില്ലയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 10 പേരിൽ ഒരാളായി മാറുകയായിരുന്നു മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂളിലെ തരുൺ മഹേഷ്. വിദ്യാർത്ഥികൾക്ക് പ്രചോദനമാവുക എന്ന ലക്ഷ്യവുമായാണ് ബഹിരാകാശ സഞ്ചാരിയുമായി നേരിട്ട് സംവദിക്കാൻ സ്പേസ് സെന്റർ അധികൃതർ അവസരം ഒരുക്കിയത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഹാം റേഡിയോയും വീഡിയോ വാളും സംവിധാനം വഴിയാണ് ശുഭാംശു ശുക്ല കുട്ടികളുമായി സംവദിച്ചത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:30 മുതൽ 2:40 വരെയുള്ള 10 മിനിറ്റ് സമയമായിരുന്നു ഇതിനുള്ള അവസരം. 150 വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ചോദ്യങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 5 ചോദ്യങ്ങളാണ് സംവാദത്തിൽ ഉൾപ്പെടുത്തിയത്. ബഹിരാകാശത്ത് ഉറക്കം എങ്ങനെ? മാനസിക സമ്മർദ്ദം ഉണ്ടോ? ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടോ? ഒഴിവ് സമയം എന്ത് ചെയ്യുന്നു? ലോഞ്ചിങ് എങ്ങനെയായിരുന്നു? എന്നിങ്ങനെയുള്ള കുരുന്നു ചോദ്യങ്ങൾക്ക് രസകരമായ മറുപടികളായിരുന്നു ശുഭാംശു നൽകിയതെന്നും ഈ അവസരം ജീവിതത്തിലെ മറക്കാനാവാത്ത നിമിഷമാണെന്നും തരുൺ മഹേഷ് പറഞ്ഞു. ഞങ്ങൾ ശുഭാംശു ശുക്ലയോടൊപ്പം 10 മിനിറ്റ് കോൺഫറൻസ് കോൾ അറ്റൻഡ് ചെയ്തു. അത് ഞങ്ങൾക്ക് ഡയറക്റ്റായി സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നത്. അവിടെ ഞങ്ങൾ എഴുതി തയ്യാറാക്കിയ കുറച്ച് ചോദ്യങ്ങൾ സാറുമാർക്ക് ഞങ്ങൾ കൈമാറിയിരുന്നു. ആ ചോദ്യങ്ങളിൽ നിന്ന് കുറച്ച് സെലക്ട് ചെയ്തിട്ട് ആ ചോദ്യങ്ങളാണ് ശുഭാംശു ശുക്ലയോട് റോബിൻ സാർ ചോദിച്ചത്. ആ ചോദ്യങ്ങളെല്ലാം നല്ല ഹ്യൂമറസ് വേയിലാണ് ശുഭാംശു സാർ ആൻസർ ചെയ്തതെന്ന്. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിനുശേഷം അവിടെ സീനിയർ ശാസ്ത്രജ്ഞന്മാർ ഞങ്ങളുടെ ബാക്കിയുള്ള ചോദ്യങ്ങൾ ആൻസർ ചെയ്തു. ശാസ്ത്രജ്ഞന്മാരുമായി സംവദിക്കാനും ബഹിരാകാശ മ്യൂസിയം സന്ദർശിക്കാനും ഇവർക്ക് അവസരം ലഭിച്ചു. കേരളത്തിന് പുറമെ ശുഭാംശുവിൻ്റെ നാടായ ലക്നൌവിലെ സ്കൂൾ വിദ്യാർത്ഥികളും സംവാദത്തിൽ പങ്കെടുത്തു. 7ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കെ USS പരീക്ഷയിൽ ഗിഫ്റ്റഡ് റാങ്ക് നേടിയതാണ് തരുണിന് ഈ സുവർണ അവസരത്തിന് വഴിയൊരുക്കിയത്. സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് ലീഡറായ തരുണിൻ്റെ നേട്ടത്തിൽ അധ്യാപകർക്കും സഹപാഠികൾക്കും അഭിമാനം ഏറെയാണ്. നമ്മുടെ സ്കൂളിലേക്ക് ആ കോൾ വന്നപ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് തരുൺ മഹേഷിൻ്റെ പേര് ഞങ്ങൾ നിർദ്ദേശിച്ചത്. അവനൊരു നമ്മുടെ കഴിഞ്ഞ കൊല്ലം USS എക്സാമിന് സ്കോളർഷിപ്പ് കിട്ടിയ കുട്ടിയാണ്. സ്കോളർഷിപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൽ ഗിഫ്റ്റഡ് ചിൽഡ്രൻ 80 അബവ് മാർക്ക് കിട്ടി ഗിഫ്റ്റഡ് ചിൽഡ്രനിൽ പെട്ട കുട്ടിയാണ്. പിന്നെ കഴിഞ്ഞ കൊല്ലം നടന്ന ശാസ്ത്രമേളയിൽ ഏറ്റവും മികവാർന്ന രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ച് ജില്ലാതലത്തിലൊക്കെ പങ്കെടുത്തുള്ള കുട്ടിയാണ്. പിന്നെ ഞങ്ങളുടെ ലിറ്റിൽ കൈറ്റ്സിൻ്റെ ലീഡറാണ്. IT ക്വിസിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ഓവറോൾ സ്കൂളിൻ്റെ പ്രതീക്ഷയും അഭിമാനമാണ് തരുൺ മഹേഷ്. ഞങ്ങളെല്ലാവരും സ്റ്റാഫും കുട്ടികളും മാനേജ്മെൻറ്റും PTA ഒക്കെ വളരെയധികം സന്തോഷിക്കുന്നു ഈ കുട്ടിക്ക് ഇപ്രകാരം അവസരം കിട്ടിയതിലും അതോടൊപ്പം തന്നെ മാതാ ഹൈസ്കൂളിൻ്റെ പേര് എല്ലായിടത്തും എത്തിയതിലും. താങ്ക് യു. കരുവാപ്പടി തെക്കേക്കരയിലാണ് പിതാവ് മഹേഷിനും അധ്യാപികയായ അമ്മ ഹിമയ്ക്കും അംഗൻവാടി വിദ്യാർത്ഥിയായ സഹോദരൻ തനുഷിനുമൊപ്പം തരുൺ താമസിക്കുന്നത്. പഠന പാഠ്യേതര രംഗത്ത് വലിയ ലക്ഷ്യങ്ങളുമായി മുന്നേറാൻ ഈ മിടുക്കന് പ്രചോദനമാവുകയാണ് ജീവിതത്തിൽ മറക്കാനാവാത്ത ഈ സുവർണ അവസരം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിർണായക ശാസ്ത്ര പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇന്ത്യയുടെ ശുഭാംശു ശുക്ലയുമായി സംവദിക്കാൻ കഴിഞ്ഞതിൻ്റെ ആഹ്ലാദത്തിലാണ് മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി തരുൺ മഹേഷ്. തരുണിന് ലഭിച്ച ഈ സുവർണാവസരം മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂളിനും അഭിമാനമായി മാറുകയാണ്. ക്യാമറാമാൻ അഭിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. മുരിങ്ങൂരിൽ റോഡിലെ വെള്ളക്കെട്ടുകൾ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് M ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളിവഞ്ചി സമരം സംഘടിപ്പിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് പോളി ഡേവിസ് അധ്യക്ഷത വഹിച്ചു. PI മാത്യു, KO വർഗീസ്, പോളി റാഫേൽ, നഗരസഭാ കൌൺസിലർ VJ ജോർജി, TD എലിസബത്ത്, മെജോ ജോർജ്, പോൾ T കുര്യൻ, നിക്സൺ പൊടുത്താസ്, ജോസഫ് കോലോത്ത്, ജൂഡി കൊയ്ലോ, സെബാസ്റ്റ്യൻ കണ്ടംകുളത്തി, ജിൻസ് ചാമവളപ്പിൽ, ജോയ് പുത്തൻപുരയിൽ എന്നിവർ പ്രസംഗിച്ചു. ലഹരിവിരുദ്ധ സൈക്കിൾ റാലി നടത്തി ആലങ്ങാട് ശങ്കര UP സ്കൂളിലെ കുട്ടികൾ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് SPGയുടെ നേതൃത്വത്തിലാണ് റാലി സംഘടിപ്പിച്ചത്. പുതുക്കാട് SI ജെനിൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാന അധ്യാപിക ശ്രീകല, പഞ്ചായത്ത് അംഗം ലിൻഡോ തോമസ്, PTA പ്രസിഡന്റ് K സന്തോഷ്, MPTA പ്രസിഡന്റ് ദീപ, MPTA അംഗങ്ങളായ രഞ്ജി, ചാന്ദിനി, പുതുക്കാട് CPO സുജിത്,
SPG കൺവീനർ സത്യനാരായണൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് സുംബ ഡാൻസ് അവതരിപ്പിച്ചു. കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും രൂപീകൃതമായിട്ടുണ്ട്. അതിൽ ആ പരിധിയിലുള്ള സ്റ്റേഷനിലെ പോലീസുകാരും SHO ഒക്കെ ഉൾപ്പെട്ട ഒരു ഗ്രൂപ്പാണത്. ഈ സ്കൂളിലെ UP സ്കൂൾ വരെ ഉള്ള കുട്ടികളാണ്. നമ്മുടെ ലഹരി വിരുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അവബോധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഇപ്പോൾ ഈ സൈക്കിൾ റാലി നടത്തുന്നത്. അത് നിങ്ങളുടെ മനസ്സിൽ എന്നും ഈ ബോധം. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ ആന്റി നാർക്കോട്ടിക് സെൽ, IQAC, NSS, സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ദിനാചരണം നടത്തി. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ റൂറൽ ഡിസ്ട്രിക്ട് സ്പെഷ്യൽ ബ്രാഞ്ച് DVSP PR ബിജോയ് മുഖ്യപ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. NSS വോളണ്ടിയേഴ്സ് ലഹരി വിരുദ്ധ ഗാനം ആലപിച്ചു. സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ആന്റി നാർക്കോട്ടിക്സ് വീഡിയോ പ്രദർശനവും ഫ്ലാഷ് മോബും, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ഫ്രീ ത്രോ ചലഞ്ച് കോമ്പറ്റീഷനും ലഹരി വിരുദ്ധ പരിപാടിയുടെ ഭാഗമായി നടന്നു. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പിള്ളി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പ് അധ്യക്ഷൻ ഡോക്ടർ പോൾ ചാക്കോ എന്നിവർ പ്രസംഗിച്ചു. ICSE സ്കൂളുകളുടെ സോണൽ തല യോഗ മത്സരത്തിന് വേദിയായി വരന്തരപ്പള്ളി ലോർഡ്സ് അക്കാദമി. ലോർഡ്സ് അക്കാദമി സ്കൂൾ മാനേജർ ഫാദർ ജിയോ ആലനോലിക്കൽ ഉദ്ഘാടനം ചെയ്തു. യോഗ മത്സരത്തിൽ തൃശൂർ, പാലക്കാട് ജില്ലകളിലെ 15 സ്കൂളുകൾ പങ്കെടുത്തു. മണ്ണുത്തി ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. പൂങ്കുന്നം ഹരിശ്രീ വിദ്യാനിധി സ്കൂൾ 2ാം സ്ഥാനവും ചാലക്കുടി കാർമൽ അക്കാദമി 3ാം സ്ഥാനവും കരസ്ഥമാക്കി. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ സ്കൂൾ തല പാർലമെന്റ് തിരഞ്ഞെടുപ്പും ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടത്തി. തൃശൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ V സുഭാഷ് ഉദ്ഘാടനം നിർവഹിച്ചു. കൊടകര വിവേകാനന്ദ ട്രസ്റ്റ് ഡയറക്ടർ ഹരി പള്ളത്തേരി അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ KR വിജയലക്ഷ്മി പാർലമെന്റ് അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മാനേജർ C രാഗേഷ്, ട്രസ്റ്റ് ട്രഷറർ KS സുഗേഷ്, ഡയറക്ടർ മോഹനൻ വടക്കേടത്ത്, വിദ്യാലയ സമിതി പ്രസിഡന്റ് K രവീന്ദ്രൻ, സെക്രട്ടറി രജത് നാരായണൻ, ക്ഷേമസമിതി പ്രസിഡന്റ് P സുനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. വിദ്യാലയത്തിൽ രൂപീകരിച്ച 4 ഹൌസ് ക്ലബ്ബുകളുടെയും കമ്മിറ്റികൾ ചുമതലയേറ്റു. പ്രണവ് P മാരാർ സ്കൂൾ ഹെഡ് ബോയായും ശിവാനി K ബിനേഷിനെ ഹെഡ് ഗേളായും തിരഞ്ഞെടുത്തു. ആളൂർ ജംഗ്ഷന്റെ സൗന്ദര്യവൽക്കരണം ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ മുരടിച്ചതായി കേരള കോൺഗ്രസ് ആരോപിച്ചു. UDF സർക്കാരിന്റെ കാലത്ത് MLA ആയിരുന്ന തോമസ് ഉണ്ണിയാടന്റെ ശ്രമഫലമായി ജംഗ്ഷൻ മോടി പിടിപ്പിക്കുന്നതിനായി അനുവദിച്ചിരുന്ന 2 കോടി രൂപ നഷ്ടപ്പെടുത്തുന്ന സമീപനമാണ് LDFന്റേത്. ഈ അവഗണന തുടർന്നാൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാൻ കേരള കോൺഗ്രസ് ആളൂർ മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചു. ആളൂരിൽ സംഘടിപ്പിച്ച മണ്ഡലം തല കുടുംബ സംഗമം സംസ്ഥാന ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് നൈജു ജോസഫ് ഊക്കൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി. നിയോജക മണ്ഡലം പ്രസിഡന്റ് റോക്കി ആളുക്കാരൻ, ജില്ലാ ജനറൽ സെക്രട്ടറി സേതുമാധവൻ പറയംവളപ്പിൽ, ജോബി മംഗലൻ, ജോജോ മാടവന, ഷീല ഡേവിസ് ആളുക്കാരൻ, ജോർജ് കുറ്റിക്കാടൻ, തോമസ് തുളുവത്ത്, റാൻസി സണ്ണി മാവേലി, തോമസ് TA തോട്ടിയാൻ, നെൽസൺ മാവേലി, ജോൺസൺ മാടവന, ജോബി കുറ്റിക്കാടൻ, ജോയ് മാടവന, ജോർജ് മംഗലൻ, ആന്റണി ഡേവിസ് ആളുക്കാരൻ, പിയൂസ് കുറ്റിക്കാടൻ, വർഗീസ് തോട്ടിയാൻ, ബിജു അച്ചാണ്ടി എന്നിവർ പ്രസംഗിച്ചു. ലയൺസ് ക്ലബ്ബ് ഓഫ് പേരാമ്പ്ര, ഡ്രീം സിറ്റി ചാലക്കുടി, ഐവിഷൻ കണ്ണാശുപത്രിയുമായി സഹകരിച്ച് പേരാമ്പ്ര സെന്റ് ആന്റണീസ് UP സ്കൂളിലെ കുട്ടികൾക്ക് സൗജന്യ കണ്ണ് പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ബിജു പുറത്തൂർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ജോയ്സൺ കീരിയത്തിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ റൈനി മുഖ്യപ്രഭാഷണം നടത്തി. സോൺ ചെയർമാൻ PD ജോൺസ്, ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി ജോണി മാഞ്ഞാങ്ങ, മീഡിയ കോർഡിനേറ്റർ KU വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. മുപ്ലിയം മഠപ്പള്ളിക്കാവ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ശനിയാഴ്ച നടക്കും. രാവിലെ 5:30 ക്ഷേത്ര ചടങ്ങുകൾ, ഉഷപൂജ, ഗണപതി ഹോമം, അഭിഷേകങ്ങൾ, 9:30 രുദ്രാഭിഷേകം, 10:30 ഉച്ചപൂജ, രാവിലെ 11:30 മുതൽ അന്നദാനം, വൈകിട്ട് 5 ക്ഷേത്ര ചടങ്ങുകൾ, പ്രത്യേക പൂജ, നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, തുടർന്ന് ഭഗവത് സേവ എന്നിവ നടക്കും. പറപ്പൂക്കര പഞ്ചായത്ത് സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള ഞാറ്റുവേല മഹോത്സവവും ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ശനി ഞായർ ദിവസങ്ങളിൽ നടക്കും. ശനിയാഴ്ച രാവിലെ 10:30 സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും വിവിധ മേഖലകളിലെ പ്രതിഭകളെയും ചടങ്ങിൽ അനുമോദിക്കും.
പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ ഒഴിവാക്കുക, ഗതാഗത സ്തംഭനം ഒഴിവാക്കുക, റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് പുതുക്കാട് ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് മാർച്ച് നടത്തും. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. വെള്ളിയാഴ്ച പവന് 440 രൂപയാണ് കുറഞ്ഞത്. 72,400 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 55 രൂപ കുറഞ്ഞ് 9,050 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. രണ്ടാഴ്ചക്കിടെ 3,000 രൂപയിലധികം കുറഞ്ഞ ശേഷമാണ് മാസാദ്യം മുതൽ സ്വർണ്ണവില തിരിച്ചു കയറാൻ തുടങ്ങിയത്. ഏകദേശം 5 ദിവസത്തിനിടെ 1,500 രൂപ വർദ്ധിച്ച ശേഷമാണ് വെള്ളിയാഴ്ചത്തെ ഇടിവ്. ജൂൺ 13-ന് ഏപ്രിൽ 22-ലെ റെക്കോർഡ് സ്വർണ്ണവില ഭേദിച്ചിരുന്നു. ഏപ്രിൽ 22-ന് രേഖപ്പെടുത്തിയ 74,320 രൂപ എന്ന റെക്കോർഡാണ് തിരുത്തിയത്. തൊട്ടടുത്ത ദിവസവും വില വർദ്ധിച്ച സ്വർണ്ണവില പുതിയ ഉയരം കുറിക്കുന്നതാണ് കണ്ടത്. കാലാവസ്ഥ. ഇന്നത്തെ കൂടിയ ചൂട് 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് 15ാം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ഉപയോഗിച്ചുള്ള പ്രവൃത്തികളുടെ ജിയോ ടാഗിംഗ് നടത്തുന്നതിനും ഇ-ഗ്രാം സ്വരാജ് പോർട്ടലിൽ ബില്ലുകൾ തയ്യാറാക്കുന്നതിന് സഹായിക്കുന്നതിനുമായി ദിവസവേതന അടിസ്ഥാനത്തിൽ പ്രോജക്ട് അസിസ്റ്റന്റിനെ നിയമിക്കുന്നു. 18-നും 30-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് 3 വർഷത്തെ ഇളവുണ്ടായിരിക്കും. സംസ്ഥാന സാങ്കേതിക പരീക്ഷാ കൺട്രോളർ സാങ്കേതിക വിദ്യാഭ്യാസ ബോർഡ് നടത്തുന്ന 3 വർഷത്തെ ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ്, കേരളത്തിലെ സർവകലാശാലകൾ അംഗീകരിച്ചിട്ടുള്ള ബിരുദവും 1 വർഷത്തിൽ കുറയാതെയുള്ള അംഗീകൃത ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോ PG ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോ പാസ്സായവർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷകൾ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയുടെ വിലാസത്തിൽ ഇമെയിൽ മുഖേനയോ തപാലിലോ ജൂലൈ 14-നകം ലഭ്യമാക്കണം. വിലാസം: സെക്രട്ടറി, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത്, പുതുക്കാട് PO 680301. ഫോൺ 048027511462. പൊതുമരാമത്ത് വകുപ്പ് കൊടകര റോഡ് സെക്ഷനു കീഴിൽ വെണ്ടൂർ വട്ടനാത്ര പൂക്കോട് വരാക്കര പള്ളി റോഡിൽ മണ്ടോലി മൂല ഭാഗത്ത് കൾവെട്ട് നിർമ്മാണം നടക്കുന്നതിനാൽ തിങ്കളാഴ്ച മുതൽ പണി പൂർത്തീകരിക്കുന്നതുവരെ ഈ റോഡിൽ ഗതാഗതം നിരോധിച്ചിരിക്കുന്നതായി അധികൃതർ അറിയിച്ചു. പുതുക്കാട് KSRTC ഡിപ്പോയിലെ സേവനം ജൂലൈ 1 മുതൽ 9188933796 എന്ന നമ്പറിൽ ലഭ്യമാണ്. സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ തൃശൂർ ഓഫീസിൽ നിന്നും ഹിന്ദു, OBC, ക്രിസ്ത്യൻ, മുസ്ലിം വിഭാഗക്കാരായ വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നതിനായി കുറഞ്ഞ പലിശ നിരക്കിൽ വിദ്യാഭ്യാസ വായ്പ നൽകുന്നു. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9447730011. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,050 രൂപ, പവന് 72,400 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാത മരത്താക്കരയിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. അപകടം നടന്നത് കുഞ്ഞനംപാറ സിഗ്നൽ ജംഗ്ഷനിൽ. മൂന്ന് മുറിയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കാർ തട്ടിയതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ കാർ യാത്രക്കാരനെ ആക്രമിച്ച കേസിൽ ആളൂർ പോലീസ് സ്റ്റേഷൻ റൌഡി അറസ്റ്റിൽ. NCTV ഇംപാക്ട്. ഒരിക്കലും കിട്ടില്ലെന്ന് കരുതിയ കർഷക തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യം വിറയാർന്ന കൈകളാൽ ഏറ്റുവാങ്ങുമ്പോൾ കല്യാണി ചേച്ചിയുടെ മുഖത്ത് ആനന്ദം അലയടിച്ചു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിർണായക ശാസ്ത്ര പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇന്ത്യയുടെ ശുഭാംശു ശുക്ലയുമായി സംവദിക്കാൻ കഴിഞ്ഞതിന്റെ അഭിമാന നേട്ടവുമായി മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി തരുൺ മഹേഷ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ
NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.